ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗെയിം കസിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ടല്ലോടാ ക്ലൈം ആൻഡ് ജമ്പ് എന്ന് പറഞ്ഞ ഗെയിമായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒരുവിധ ആൾക്കാരൊക്കെ കളിച്ച് ഗെയിമാണ്. നമുക്കിത് ഇപ്പോഴാണ് കളിക്കാൻ കിട്ടിയത്. നമുക്കറിയാമായിരുന്നു ഈ ഗെയിം, പക്ഷേ ഇത് കളിച്ചിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. അപ്പോൾ കയറി തുടങ്ങാം. കയറി സമയത്ത് നമ്മുടെ സ്റ്റാമിന പോകും. നമ്മൾ താഴെ പോകണം. താഴെ പോയിട്ട് എക്സ് വാങ്ങാൻ പറ്റില്ല. എക്സ് ഒക്കെ വാങ്ങിയിട്ട് നമുക്ക് ഇവിടെ സൈഡിൽ നമുക്ക് കോയിൻ കയറാൻ കാണാൻ പറ്റും. അപ്പോൾ ആ കോയിൻ കയറി കയറി നമുക്ക് ആ എഗ്ഗ് വാങ്ങാനുള്ള പൈസ അങ്ങനെ ഒരുപാട് പൈസ കാണാൻ കഴിയും. താഴേക്ക് അടിഞ്ഞാൽ 17 രൂപയൊക്കെ കിട്ടുന്നത്. പരമാവധി നമുക്ക് പോയി നമുക്ക് മുകളിൽ കയറാൻ പറ്റുന്നതാണ് ഇങ്ങനെ പോയിട്ട്. അവരൊക്കെ പോയി സ്പീഡ് ഉണ്ടാവുന്നു. അങ്ങനെയൊക്കെ പോകാൻ പൈസ ഉണ്ടാക്കിയിട്ട് വരണം. അതിന് മുന്നേ നമുക്ക് അവിടെ ഈ മറ്റേ 50 രൂപ നമുക്ക് കുറച്ചൊരു പൈസ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് എന്താ രീതിയിലുള്ളതിനെ വെച്ച് പോവാം. അധികം പവർ ഉണ്ടാവില്ല. നേരത്തെ കുറച്ചുകൂടി പവർ ഉണ്ട്. അത് മതി, നമുക്ക് അത്രയും മതി. കോയിൻസ് വരുന്നുണ്ടോ? നേരത്തെ ഇവിടെ എത്തിയപ്പോൾ 17 കോയിനാണ്. നമ്മുടെ കയ്യിലുള്ള പെൻസ് കാരണം 500 കോയിനായിട്ട് നമുക്ക് താഴെ ജമ്പ് ചെയ്താൽ മതി. നമുക്കിപ്പോൾ ക്ലെയിം വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബാഗിന് എന്ത് കിട്ടും? നമുക്ക് എന്തോ പെറ്റിനെ കിട്ടിയാൽ നമുക്ക് തോന്നുന്നു 300 ആയിട്ടുണ്ട്. നമുക്ക് അവിടെ വരെ പോവാം. ആ പാരച്ചൂട്ട് എത്തുമ്പോഴത്തേക്ക് നമുക്കൊരു 400 ആവും. പാരച്ചൂട്ട് നമുക്ക് 400 കറക്റ്റ് ആയിരുന്നു. നമ്മൾ ഏകദേശം ആ കൂടി നമ്മൾ 1760 സംതിങ്. നമുക്ക് 2000 നമുക്ക് നിർത്താൻ കഴിയും. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സൈഡിലുള്ള ടവറിലോട്ടാണ് നമ്മൾ 1500 1900 എത്തിയിട്ടുള്ളൂ. നമുക്ക് 2000 നമുക്ക് നിർത്താം. 500 നമ്മൾ പോയിന്റ് ടാർഗറ്റ് ഓക്കെ 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 നമുക്ക് 2000 നമുക്ക് താഴേക്ക് ചാടാം.
നമ്മളിത് എടുത്തേക്കണ രണ്ടും കിട്ടണമെന്ന് തന്നെ വാ നമുക്ക് പോവാം. നമുക്ക് അപ്പുറത്തുനിന്ന് വിങ് വാങ്ങണം, വിങ്സ് വാങ്ങണം. പുതിയ വിങ് അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ 50. ഓക്കെ വാങ്ങിച്ചു. 2.2K വേണം ഇനി. ഇത് നമുക്ക് നമ്മുടെ പെറ്റ്സിനെ വെച്ച് പെറ്റുള്ള തോന്നുന്നു. നമുക്ക് എന്തായാലും എന്തൊക്കെയുണ്ട് ഇതിനെ കണക്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എക്യുപ്പായിട്ടുണ്ട്. അത് സ്പീഡ് ഇവിടെ ഓടുന്ന സ്പീഡ് കുറവാണ്. കുഴപ്പമില്ല, നമുക്ക് ഡാൻസൊക്കെ ചെയ്യാൻ പറ്റും. അയ്യോ നമ്മൾ 2K ആയിട്ട് നമ്മൾ ചാടുള്ളൂ. അത് നേരത്തെ 2000 മില്യൺ വരെ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ നമുക്ക് 2K മില്യൺ വരെ നമുക്ക് പോകാം. 2K മില്യൺ ആണ് നമ്മൾ നേരത്തെ പരമാവധി കയറാൻ കഴിയും. എനിക്കറിയാം പരമാവധി കയറാം. 1.50K വരെ എത്തിയിട്ടുണ്ട് കോയിന്. നമുക്ക് എന്തായാലും നമ്മുടെ പുതിയ ചവറ് വാങ്ങാനുള്ള പൈസ മാത്രമേ ആയിട്ടുള്ളൂ. അത് കൂടുതൽ നമുക്ക് 2Kയുടെ ഒരു ഗുഡ് ഹാക്ക് ചെയ്യാം. വന്നിട്ടുണ്ട്, അതൊന്ന് നോക്കി നോക്കാം. അത് നമുക്കൊരു പെറ്റിനെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? ഈ 2 മിനിറ്റ് കൂടുമ്പോൾ ഓരോ ഗിഫ്റ്റ് നമുക്ക് അൺലോക്ക് ആയിക്കൊണ്ടിരിക്കാം. ഓട്ടോ ക്ലൈംബ് കൊടുക്കാൻ കഴിയും. സ്പീഡൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റും, പക്ഷേ അതിന് നമ്മൾ പൈസ കൊടുക്കണം, റോബക്സ് കൊടുക്കണം. നമ്മുടെ കയ്യിൽ റോബക്സ് ഇല്ല. റോബക്സ് കളിയിൽ പൈസ ഉണ്ട്. അത് റോബക്സ് കളിക്കും, പക്ഷേ കുറച്ച് കഴിയണം. നമ്മുടെ സ്പീഡ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ട്രോഫി എനിക്കറിയില്ല. ട്രോഫി അടിക്കണമെങ്കിൽ ഇനി കുറവാണ്. ആ ഫ്ലൈറ്റ് നമ്മൾ ഏകദേശം കാണുമ്പോൾ തോന്നുന്നു മാത്രം. പക്ഷേ ഇനി ഇഷ്ടം പോലെ പോകാൻ തോന്നും. നമ്മൾ നോക്കി നമ്മൾ ടവറിൻ്റെ പകുതി പോലും നമ്മൾ എത്തിയിട്ടില്ല. പകുതിയിൽ എത്തിയതാണ്. നമുക്ക് പകുതി എത്താനായിട്ടുണ്ട്. 5K അടിക്കാൻ പോവാണ്. 5K സപ്പോർട്ടിങ് നമ്മുടെ ക്യാമറ തളർന്നുണ്ട്. ഭയങ്കര സ്ലോ ആയിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ചാടാം. 5K അടിച്ച് നമുക്ക് ചാടാൻ കഴിയും. 5K നീതിയുള്ള അതങ്ങോട്ട് നമുക്ക് ചാടാം. അത് വളരെ എത്ര എനിക്ക് അറിയില്ല. നമുക്ക് അവിടെ വരെ ഇല്ല. നമുക്ക് ചാടാം. ജമ്പ് ചെയ്യാം. 4K അടിച്ചിട്ടുണ്ട്. 4K. അപ്പോൾ നമുക്ക് അടുത്ത ചിറക് വാങ്ങാം. ചില ചിറകിനൊക്കെ നമുക്ക് എഗ് ഹാച്ച് ചെയ്യണം.
യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ നിന്ന് നമുക്ക് എത്ര ട്രോഫി ഉണ്ടെങ്കിൽ മാത്രമാണ് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് എത്ര ട്രോഫി നമുക്ക് നോക്കാം. ഗൈസ് 2 ട്രോഫി ഉണ്ടെങ്കിൽ നമുക്ക്, അതായത് 2 വട്ടം ഈ ടവറിൻ്റെ മുകളിൽ വരെ നമുക്ക് പോയാൽ മാത്രം നമുക്ക് അടുത്തൊരു വേൾഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. വേറെ കുറച്ച് പേരൊക്കെ കയറി പോകണം. നമുക്ക് ഇവിടെ സൈഡിൽ ഇതിൻ്റെ ഒരു മാപ്പ് നോക്കി നമുക്ക് കാണാൻ പറ്റും. മാപ്പ് പോലെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നമ്മളിവിടെ ചിറക് വാങ്ങിയിട്ടില്ല. നമുക്ക് വാങ്ങാം. നമ്മളിൽ ആകെ ഒരു 1.5K മാത്രമേ ഉള്ളൂ. അതായത് 1500 രൂപ മാത്രമേ ഉള്ളൂ. ഓക്കെ പോട്ടെ. സ്പീഡായിട്ടുണ്ട് നമ്മൾ. പക്ഷെ നമുക്ക് ഇതിനെ പറ്റിയാൽ നമ്മൾ 1000 നേരത്തെ ഈ ഒരു പാരച്യൂട്ട് എത്തുമ്പോൾ നമുക്ക് എത്ര അടിച്ചു നോക്കിയാൽ പെറ്റ്സുള്ള കാരണം നന്നായിട്ട് വളരെ ഇനി 3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കൂട്ടാനുള്ള നമ്മുടെ പോർഷൻ അൺലോക്ക് ആവും. അത് കഴിഞ്ഞൊരു അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ സാധനങ്ങൾ 3 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത അൺലോക്ക് ആവും. പിന്നെ 8 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ ഉണ്ട് അടുത്ത അൺലോക്ക് ആവും. നമ്മൾ ഏകദേശം നേരത്തെ എത്തിയ സ്ഥലം ഇല്ല. നേരത്തെ എത്തിയ സ്ഥലം ആ ഒരു മേഘം കഴിയുന്നുണ്ട്. കാരണം ഒരു മേഘത്തിൻ്റെ അവിടെ എങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ മേഘം കഴിഞ്ഞു തോന്നുന്നു. ആ ഭാഗത്തൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ സ്ഥലമാണ്. നമ്മൾ നോക്കിയാൽ കാണാം നമ്മൾ 5K കടന്നിട്ടില്ല. 5K മില്യൺ കടന്നിട്ടില്ല ഗൈസ്. 5K മില്യൺ ആണ്. 5K അല്ല, 5K മില്യൺ ആണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ആ ഒരു 5K കടന്നത് ഈ ഫ്ലൈറ്റാണ് ഗൈസ്. 5Kയുടെ കറക്റ്റ് ഈ ഒരു ഫ്ലൈറ്റ് അല്ല, സ്ലോ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം കഴിഞ്ഞ പ്രാവശ്യം കയറിയ ഒരു ഇവിടെ എന്തായിരുന്നു കിട്ടിയിരുന്നാൽ 200 കോയിനാണ് കിട്ടിയിരുന്നത്. ഇതൊരു മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്പീഡ് കൂട്ടാനുള്ള പോർഷൻ റെഡിയാവും. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ചുകൂടി സ്റ്റാമിനോട് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നത് പറ്റുമെന്നാണ് തോന്നുന്നത്. അവരൊക്കെ പോണ പോക്കുകളാ നമുക്ക് അതുപോലെ ഇതെന്താ മിന്നലടിച്ച പോലെ മൊത്തത്തിൽ ഇത് 11K മില്യൺ ആളുകൾ നമ്മൾ 7K മില്യൺ മാത്രമേ ഇത് എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആകെ തളർന്നു കഴിഞ്ഞു. ഇനിയും കഴിച്ച് 1 മിനിറ്റ് കൂടി നമ്മൾ കഴിഞ്ഞാലാണ് നമുക്ക് ആ പോർഷൻ കിട്ടുന്നത്. അതിന് മുമ്പ് നമുക്ക് താഴെ പോയിട്ട് അടുത്ത സെറ്റിന് വാങ്ങിയാണ് 20K ആയിട്ടുണ്ട്. 10K അടുത്ത് വാങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. അടുത്ത എത്രയാണോ ഇപ്പോൾ 50K ആവുമ്പോൾ നമുക്ക് എങ്ങനെ അടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. 1 മിനിറ്റ് നമുക്ക് പിടിച്ചേക്കാൻ പറ്റുകയാണ്. 40 മിനിറ്റ് നമുക്ക് പിടിച്ചേക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് അവിടേക്ക് എത്താൻ പറ്റും. ഈ സ്പീഡിൽ പോയാൽ മതി. ഒരു 40 മിനിറ്റ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. അതിലൂടെ പോയി നമുക്ക് ജമ്പ് ചെയ്യാം. ഓക്കെ 20 സെക്കൻഡ്സ് മാത്രം കഴിയും. അത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കൂടാനുള്ള പോർഷൻ കിട്ടുന്നതാണ്. അവനൊക്കെ പോണ കാണുമ്പോൾ കൊതിയാവുന്നടാ. കുറേ നേരം ഇരുന്ന് കളിക്കണം. അത് ലാസ്റ്റ് 7 6 5 4 3 2 1 അടുത്ത ഗെയിമായിരിക്കണം. അങ്ങനെ കുടിക്കുന്ന ബാഗ് നിർത്തുക. ഇങ്ങനെയൊക്കെ കുടിക്കുന്ന എങ്ങനെയാണ്? ലക്കി ബൂസ്റ്റർ എവിടെ ലക്കി ബൂസ്റ്റർ ഒന്നും ഇല്ലല്ലോ. ലക്കി ബൂസ്റ്റർ ആദ്യത്തെ മൊഴി വരണം എന്നാണ്.
പെട്ടെന്ന് പോകാൻ പറ്റുന്നുണ്ടാ. പക്ഷെ നമ്മുടെ മുകളിൽ പോകുന്ന ഒരുത്തനുണ്ട്, അവനൊക്കെ പോകുന്ന സ്പീഡ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്പീഡൊന്നും ഒന്നുമല്ല. ഒന്ന് അടുത്ത് പോലും എത്തില്ല, അവൻ്റെ ഒന്നും അടുത്ത് പോലും നമ്മൾ എത്തില്ല. നമ്മൾ വളരെ സ്ലോ ആണ് അവനെ വെച്ച് നോക്കുന്നത്. ഓക്കെ, എന്തോ ഒരു ഈവെൻറ്റ് വരുന്നുണ്ട്, 1.5 മിനിറ്റിനുള്ളിൽ എന്തോ ഒരു ഈവെൻറ്റ് വരുന്നുണ്ട് ഗൈസ്. ഈവെൻറ്റ് എന്തോ ഒരു ഈവെൻറ്റ് വരുന്നുണ്ട്, എന്ത് ഈവെൻറ്റാണെന്ന് എനിക്കറിയില്ല. ബൂസ്റ്റ് ഈവെൻ്റ് എന്നാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നേരത്തെ കിടന്ന 5K മില്യൺ ഇപ്പം കടന്നിട്ടുള്ളൂ. അതായത് ഇപ്പം ഞാൻ ഒരുപാട് സമയം കളഞ്ഞത്. നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ വരുമ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഭാഗങ്ങളായിട്ടായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. കാരണം ഒരുപാട് നേരം ആക്കേണ്ട വെച്ചിട്ടാണ് ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബോറടിക്കുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിന് വേറെ ഒന്നും ഉണ്ടല്ല. വേറെ അപ്പോൾ നമ്മൾ 6 മില്യൺ ഇപ്രാവശ്യം എന്തായാലും 8K മില്യൺ നമ്മൾ അടിക്കണം കഴിച്ച്. 8K മില്യൺ എന്തായാലും അടിച്ചിരിക്കണം. നേരത്തെ അടിച്ചായിരുന്നു, നമ്മൾ നേരത്തെ 8K മില്യൺ അടിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, നമ്മൾ അടുത്ത് വരച്ചിട്ടുള്ളൂ, അടിച്ചിട്ടില്ല. 8K മില്യൺ അടിച്ചിട്ടില്ല. അപ്പോൾ ഗൈസ് 17 സെക്കൻഡ് കൂടി നമുക്ക് ആ ബൂസ്റ്റ് കിട്ടാൻ. അത് നമുക്ക് അതിൻ്റെ സംഭവം അറിയില്ല. അത് നമുക്കൊന്ന് അടിപൊളി ചാടി ഇതിപ്പം 24 മില്യൺ ഉണ്ട് അല്ല 24K. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 50K മില്യൺ അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 50K മില്യൺ ഇന്ന് ഇപ്പോൾ അധികം വൈകാതെ അടിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കി തന്നെയായിരിക്കും. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിലായിരിക്കും അടുത്ത വീഡിയോ വരാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ എത്തുന്നതായിരിക്കും. ഒരിക്കൽ കൂടി ഗൈസ് ബൈ. ഇപ്പം നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒറ്റയടിക്ക് വീഡിയോ എടുത്ത് അതിനെ പാർട്ടായി ഇറക്കുന്നത്. ഇത് ഈ പ്രശ്നങ്ങളൊക്കെ ഇരുന്നാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നന്നായി വീഡിയോ ഇടുന്നത്.